ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ബീഫ് ബിരിയാണി ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ബീഫ് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ മസാല എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആകുമ്പോഴത്തേന് നമുക്കിതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബിരിയാണി റൈസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഉപ്പും ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വെന്തിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് വെന്തിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു 4 വലിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ടിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഉള്ളി വഴണ്ടി വന്നിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള 3 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് തീ സിമ്മിലിട്ടിട്ട് 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വഴണ്ടിട്ട് കിട്ടും. അപ്പം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പം നമ്മുടെ റൈസൊക്കെ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മൾ മുഴുവനായിട്ട് വേവിച്ചെടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ തന്നെ നമ്മളിത് ഊറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുത്താൽ ഇത് വേവേറിയിട്ട് പോകും. അപ്പോൾ നമ്മളൊരു 1/4 ഭാഗം വെന്തതിന് ശേഷമാണ് നമ്മളിതുപോലെ ഊറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം, നമ്മുടെ മസാല റെഡിയാക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ അതുപോലെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബിരിയാണി മസാലയാണ്. ഒരു 4-5 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. പച്ചമുളക് ഞാനിപ്പോൾ ഇതുപോലെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തൈര് ഇനി നമുക്ക് പുളിയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം കൂടിപ്പോകുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്ന് ഒരു 5-10 മിനിറ്റ് ഇത് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഈ വെള്ളമൊക്കെ ഇതിലേക്ക് റെഡി ആയിട്ട് വരും. ഇനി നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ പാകത്തിന് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, വെള്ളമൊക്കെ അതിൽ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൈസ് മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പതുക്കെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഉള്ളി പൊരിച്ചെടുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ മിൽമയുടെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് മിൽമയുടെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്യാസിൽ വെക്കാം. തീ സിമ്മിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു വെയിറ്റും വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബിരിയാണി ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു പാത്രത്തേക്ക് നമ്മുടെ മസാലയും ചോറും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള റൈസും മസാലയും കൂടെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള റൈസും ഇതുപോലെ ആവശ്യത്തിനുള്ള മസാലയും കൂടെ വേറൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് ആ പാത്രത്തിലിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി പ്ലേറ്റിലേക്ക് വിളമ്പാം. നമ്മുടെ ബിരിയാണിയൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒട്ടും നിർബന്ധമില്ല, നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.